ഹമാസ് തീവ്രവാദികൾ പോരാളികളാണെന്നും അവർ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്ക് വാഴ്ത്തുപാട്ട് പാടിയ തീവ്രവാദികളുടെ സകല അടുത്തൂൺ പറ്റികളെയും അടിമുടി ഞെട്ടിച്ചുകൊണ്ട് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് ഹമാസിനെ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേലുമായി അമേരിക്ക ക്രമീകരിച്ച സമാധാന ചർച്ചകളിൽ പലസ്തീന്റെ പ്രതിനിധിയും PLOയുടെ തലവനും പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റുമായ മഹ്മൂദ് അബ്ബാസാണ് ഹമാസിന്റെ നയങ്ങളും നടപടികളും പലസ്തീൻ ജനതയെ പ്രതിനിധീകരിക്കുന്നത് അല്ലെന്ന് വ്യക്തമാക്കി ഹമാസ് തീവ്രവാദികളെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയോട് സംസാരിക്കുമ്പോഴാണ് മഹ്മൂദ് അബ്ബാസ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലാതെ ആരും പലസ്തീനെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും അവരുടെ ഏക പ്രതിനിധി PLO മാത്രമാണെന്നും സന്ദേഹത്തിന് ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ സമ്മർദ്ദമേറിയപ്പോൾ ഹമാസിന്റെ പേര് മാറ്റി പ്രസ്താവനയിൽ തിരുത്തുവരുത്തിയെങ്കിലും അർത്ഥം ഒന്നു തന്നെ. പലസ്തീൻ അതോറിറ്റി മാത്രമാണ് പലസ്തീൻ ജനതയെ പ്രതിനിധീകരിക്കുന്നത്, ഹമാസ് അല്ല. ഹമാസ് തീവ്രവാദികളെ പലസ്തീന് പോലും വേണ്ടെന്ന് തീർപ്പാക്കിക്കൊണ്ട് മഹ്മൂദ് അബ്ബാസിന്റെ ഈ പ്രതികരണം പുറത്തു വന്നതോടെ ഹമാസ് തീവ്രവാദികളല്ല പോരാളികളാണെന്ന് പറഞ്ഞ് അവരെ പുണ്യവാന്മാരാക്കാൻ കട്ട സപ്പോർട്ടുമായി കച്ചമുറുക്കി കളത്തിലിറങ്ങിയ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും സോഷ്യൽ മീഡിയ ഇസ്ലാമിസ്റ്റുകളുമെല്ലാം ഒരു പരുവത്തിൽ ആയിരിക്കുകയാണ്. കേരളത്തിലെ CPM-ന് ബാധ്യതയായ മുൻ മന്ത്രി MA ബേബിയാണ് യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഹമാസ് തീവ്രവാദികളെ പോരാളികൾ എന്ന് വിളിച്ച് ആദ്യം തന്നെ ഇസ്ലാമിക പ്രീണനത്തിന്റെ ആചാരവെടി പൊട്ടിച്ചത്. തൊട്ടുപുറകെ ഷിജു ഖാൻ അടക്കമുള്ള പാർട്ടിയുടെ ചാനൽ ചർച്ചാ പ്രതിനിധികൾ ഹമാസ് നയിക്കുന്ന ഇസ്രായേൽ യുദ്ധത്തിന് കനത്ത പിന്തുണയാണ് നൽകിയത്. ആക്രമണം നടത്തുന്ന ഭീകരന്മാർ എന്ത് തെറ്റ് ചെയ്താലും അവർ നിരപരാധികളാണെന്നായിരുന്നു തൃപ്പൂണിത്തറയിൽ തോറ്റമ്പിയ M സ്വരാജിന്റെ നിലപാട്. ഹമാസ് ഭീകരന്മാരാണെങ്കിൽ ഇസ്രായേൽ അതിലും വലിയ ഭീകരന്മാരാണെന്നായിരുന്നു ചുമ്മാ കമ്മ്യൂണിസ്റ്റായ KT ജലീലിന്റെ വാദം. കോൺഗ്രസിലാകട്ടെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ കച്ചമുറുക്കി നടക്കുന്ന ചെന്നിത്തലയും ത്വാത്വികമായി ഹമാസിന്റെ തീവ്രവാദത്തെ പിന്തുണച്ചപ്പോൾ അത് തള്ളിപ്പറയുകയോ നിലപാട് വ്യക്തമാക്കുകയോ ചെയ്യാതെ മറ്റു നേതാക്കന്മാരും അതിനെ മൗനം കൊണ്ട് പിന്തുണയ്ക്കുകയും ചെയ്തു. ഹമാസ് ചെയ്ത ക്രൂരതകളെ ഭീകരതയുടെ ഗണത്തിൽപ്പെടുത്താൻ തനിക്ക് മനസ്സില്ല എന്നാണ് യൂത്ത് കുട്ടി നേതാവ് റിജിൽ മാങ്കുറ്റി പ്രതികരിച്ചത്. സോഷ്യൽ മീഡിയയിലാകട്ടെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഭീകര ഫാൻസുകളും ഇസ്ലാമിസ്റ്റുകളും അണിനിരന്നപ്പോൾ മതപ്രൊപ്പഗാണ്ട ചാനലും സ്പോൺസേഡ് മാധ്യമങ്ങളും ഹമാസിനെ പുകഴ്ത്തിക്കൊണ്ട് കളത്തിലും കോളത്തിലും നിറഞ്ഞാടി. ഏതായാലും മഹ്മൂദ് അബ്ബാസിന്റെ പ്രസ്താവന പുറത്തു വരികയും ഹമാസിനെ പലസ്തീനും ഉപേക്ഷിച്ചതാണെന്ന് വ്യക്തമാക്കിയതോടെ ഇരവാദവും കരച്ചിലുമായി ഹമാസിനെ വെള്ളപൂശാൻ ഇറങ്ങിയവർ അടപടലം പെട്ടിരിക്കുകയാണ്.